കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയുടെ ഗതാഗത വിപ്ലവമാണ് കൊച്ചി വാട്ടർ മെട്രോ. ലോകത്ത് അപൂർവമായ നഗരഗതാഗതത്തിനായി വികസിപ്പിച്ചെടുത്ത ജലമാർഗ മെട്രോ സംവിധാനം. കൊച്ചി നഗരത്തിന്റെ ഗതാഗത സംവിധാനം ജലപാതങ്ങളിലൂടെയും വികസിപ്പിക്കാൻ കേരളം തെരഞ്ഞെടുത്ത നവീന ആശയമാണിത്. 2016 പ്രഖ്യാപിച്ച പദ്ധതി 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിലെ ഒരേയൊരു നഗരഗതാഗത പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ മാതൃകയിൽ രാജ്യത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട 21 നഗരങ്ങളിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി മെട്രോ കോർപ്പറേഷൻ തന്നെയാണ് ഇതിന്റെ സാധ്യതാ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോ വിപുലീകരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇലക്ട്രിക് ബോട്ടുകളും ഇപ്പോൾ സർവീസിനുപയോഗിക്കുന്നു. കൂടുതൽ ബോട്ടുകളും ടെർമിനലുകളും സർവീസുമായി കൂടുതൽ വിപുലീകരിക്കാൻ കൂടെ പദ്ധതിയുണ്ട്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബോട്ടുകൾ, എയർ കണ്ടീഷൻ, വൈഫൈ, സ്മാർട്ട് ടിക്കറ്റ് സംവിധാനം. കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് റെയിൽ മെട്രോയും വാട്ടർ മെട്രോയും ഒരുമിച്ച് യാത്ര ചെയ്യാം. ഓരോ ബോട്ടിലും 100-ലധികം യാത്രക്കാരെ ഇരുത്താനാകും. 78 കിലോമീറ്റർ നീളമുള്ള ജലപാത കൊച്ചിക്കുണ്ട്. നിലവിൽ 38 ടെർമിനലുകൾ കൊച്ചി മെട്രോയ്ക്കുണ്ട്. വൈപ്പിൻ, കൊച്ചി നഗരകേന്ദ്രം, കാക്കനാട്, ഇൻഫോ പാർക്ക് എന്നിവയെ ബന്ധിപ്പിക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കാം. ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നു. കാർബൺ എമിഷൻ കുറച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് നഗരത്തെ നയിക്കുന്നു. ദ്വീപുകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് യാത്ര എളുപ്പമാക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് പുതിയ ആകർഷണമാകുന്നു. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരജല മെട്രോ പദ്ധതികളിൽ ഒന്നായിരിക്കും. കൊച്ചിയുടെ അഭിമാനം, കേരളത്തിന്റെ നവോത്ഥാന ഗതാഗത പദ്ധതി കൊച്ചി വാട്ടർ മെട്രോ. ഒരു യാത്ര, ഒരു അനുഭവം, ഒരു ഭാവി. നാടിന്റെ കൂടുതൽ വികസനങ്ങൾക്കുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്ന ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമന്റും നൽകുക. നന്ദി.